63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുകയാണ്. അതിൻ്റെ 3ാം ദിവസത്തിൽ രസകരമായിട്ടുള്ള മിമിക്രി പരിപാടിയാണ് ഇപ്പോൾ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരുപാട് കാലങ്ങളായിട്ട് മലയാള സിനിമയ്ക്ക് വലിയ വലിയ സംഭാവനകൾ കിട്ടിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള മിമിക്രിയിലൂടെയുള്ള അല്ലെങ്കിൽ മിമിക്രി പോലുള്ള പരിപാടികളിലൂടെയാണ്. അങ്ങനെ മിമിക്രി രംഗത്തിലൂടെ ഇപ്പോൾ ടെലിവിഷൻ രംഗത്തേക്ക് കടന്നു വന്ന എല്ലാവരുടെയും സ്വീകരണ മുറികളിലേക്ക് എത്തിയ കുട്ടി അഖിൽ എന്നറിയപ്പെടുന്ന ആ കലാകാരൻ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ ഒന്ന് ചോദിച്ചറിയാം. എങ്ങനെയാണ് ഈ കലോത്സവത്തിന് എല്ലാ തവണയും വരാറുണ്ടോ? ഇല്ല, ഞാൻ മുന്നേ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്താണ് എവിടെയാണെന്ന് അറിയില്ല. മുന്നേ സംസ്ഥാന കലോത്സവം നടന്നപ്പോൾ അത് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് വെച്ച് തന്നെ നടന്നപ്പോഴാണെന്ന് തോന്നുന്നു മുന്നേ വന്നിട്ടുള്ളത്. അന്ന് ഇതുപോലെ മിമിക്രി മത്സരത്തിനാണ് ഞാൻ വന്നത്. അന്ന് VJT ഹാളിലായിരുന്നു മത്സരം. നൈനേഷ് ഇപ്പോഴാണ് പറഞ്ഞത്, നമ്മൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടാൽ കാണാൻ പറ്റും, ബാക്കിയില്ലെങ്കിൽ ടി വിയിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള അപ്ഡേറ്റ്സ് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് പേർക്ക് മത്സരങ്ങളെ കാണാനും ഒക്കെ പറ്റുന്നുണ്ട്. ഒരു മിമിക്രിയിലൂടെ കലാരംഗത്തേക്ക് കടന്നു വന്നു ഇപ്പോൾ ഭയങ്കര അങ്ങ് ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്ര ദൂരം ഒന്ന് സഞ്ചരിക്കുമ്പോൾ പഴയൊരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു മിമിക്രി കുട്ടികളിലൊക്കെ ഈ ഇത് കാണുമ്പോൾ എന്തൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഇപ്പം ഞാൻ മിമിക്രി മത്സരം കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ പണ്ട് ആംപ്ലിഫയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മിമിക്രി മത്സരത്തിന്. ഇപ്പം നമ്മൾ സ്റ്റേജിലൊന്നും അന്ന് യൂസ് ചെയ്യുന്ന മിക്സർ പരിപാടികൾ മിമിക്രി മത്സരത്തിന് അന്ന് വെച്ച് കണ്ടിട്ടില്ല. ഇന്ന് മിമിക്രി മത്സരത്തിന് മിക്സറുണ്ട്, അതായത് വോയിസ് മിക്സർ ത്രൂ ആണ് സ്പീക്കറിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന വോയിസ് ഏതാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ ഇതിൽ തന്നെ പുറത്തേക്ക് വരും. അപ്പം അത് കുറച്ച് ബെനിഫിറ്റാണ്. മറ്റത് നമ്മൾ ത്രൂ ആംപ്ലിഫയർ ബോക്സ് അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന ശബ്ദം അതുപോലെ ജനങ്ങളിലേക്ക് എത്തണമെന്നില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു ഇതാണ്. പിന്നെ ഉള്ള മാറ്റം എന്ന് പറഞ്ഞാൽ പണ്ട് 1ാം സമ്മാനം 2ാം സമ്മാനം എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര മത്സരമായിരുന്നു. ഇന്ന് A ഗ്രേഡ് ആണല്ലോ. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ 10 പേര് മത്സരിക്കുമ്പോൾ 5 പേര് നന്നായിട്ടുണ്ടെങ്കിൽ 5 പേർക്ക് A ഗ്രേഡ് കിട്ടും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ലല്ലോ. എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ല സെക്കൻഡ് കിട്ടിയില്ല എന്നുള്ള വിഷയങ്ങളില്ലല്ലോ. അത് ഒരു കണക്കിന് നല്ലതാണ്. പിന്നെ പത്രത്തിൽ ഫോട്ടോ വരുന്നില്ല, അത്രേ ഉള്ളൂ. മറ്റേത് ഓരോ ഐറ്റത്തിനും 3 പേരുടെ ഫോട്ടോ വരും, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു 50 പേര് വെച്ചാൽ 30 പേർക്ക് A ഗ്രേഡ് ഉണ്ടായി. 30 പേരുടെ ഫോട്ടോ ഏത് പത്രത്തിലെടുത്ത് കൊടുക്കും? അങ്ങനെ അതേ ഉള്ളൂ മാറ്റം. അപ്പം എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടില്ലേ? ഇപ്പം ഞാനിപ്പോൾ ആൺകുട്ടികൾ ഹയർ സെക്കൻഡറി വിഭാഗം മിമിക്രി മുഴുവൻ കണ്ടായിരുന്നു. നല്ല മത്സരമായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് A ഗ്രേഡ് കിട്ടി. കുറേ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും ബീറ്റ് ബോക്സിങ് പരിപാടിയാണ് കൂടുതലും ചെയ്യണത്. ബീറ്റ് ബോക്സിങ്, പിന്നെ കുറേയൊക്കെ കൂടുതൽ പേരുടെ മിമിക്രിയിലും വന്നത് മുണ്ടക്കൈ ഭയങ്കര സബ്ജക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കുറേ അതെ അങ്ങനത്തെ കുറേ പരിപാടികൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ രസമായിരുന്നു ആൺപിള്ളേരുടെ മിമിക്രി. പെൺകുട്ടികളുടെ ഹയർ സെക്കൻഡറിയാണ് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഈ ഇത് കാണുമ്പോൾ എങ്ങനെയുണ്ട്? കുട്ടികളൊക്കെ ഒരു മികച്ച രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവരൊരു ലെവൽ എങ്ങനെയാണ് ഇപ്പോൾ? ഉറപ്പായിട്ടും ഭയങ്കര അപ്ഡേറ്റ്സ് അല്ലേ ഇപ്പോൾ. നമ്മൾ മത്സരിക്കുന്ന സമയത്തോളം അല്ലല്ലോ. ഇന്ന് സോഷ്യൽ മീഡിയ ആക്റ്റീവാണ്. അപ്പോൾ അവർ ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ കൂടി ഒരുപാട് ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവർ. ഡെയിലി നമ്മൾ ഇൻസ്റ്റയിലായാലും എവിടെ റീലെടുത്താലും മിമിക്രി പെർഫോമൻസുകൾ ഗംഭീരമായിട്ടുള്ള കുട്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് കണ്ട് അവരുമായിട്ടാണ് ഇവർ കോമ്പറ്റീറ്റ് ചെയ്യണം. അപ്പോൾ അത്രയും നമ്മൾ അവരെ ഒപ്പം എത്തണം, അല്ലെങ്കിൽ അവരോടൊപ്പം അവരെക്കാൾ നന്നാക്കണം എന്നുള്ള പരിപാടി എല്ലാവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗംഭീരമായിട്ട് എല്ലാവരും അടിപൊളിയായിട്ടാണ് പിള്ളേരെല്ലാം. ഇനി ഇപ്പം ആരോടെങ്കിലൊക്കെ സംസാരിച്ചായിരുന്നു ഇവിടെ വന്ന കുട്ടികളോട്? കുറച്ച് പേരടുത്തൊക്കെ, അതായത് അടുത്തൊക്കെ വന്നവരടുത്തൊക്കെ സംസാരിച്ചായിരുന്നു. കുറേ പിള്ളേർ നമ്മൾ കണ്ടിട്ട് അടുത്തേക്ക് വന്നേരം കുറേ പേരെ കണ്ടു. എല്ലാവരും ഗംഭീരമാണ്. പെൺകുട്ടികൾ പ്രത്യേകിച്ച് തീം മാത്രമല്ല, അവരുടെ പെർഫെക്ഷനും പരിപാടിയൊക്കെ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മളെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റാത്ത. ആദ്യമായിട്ട് ഈ ഒരു സ്റ്റേജിലേക്ക് വന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഗുരുനാഥന്മാരില്ലാതെ വന്ന കുട്ടികളൊക്കെ ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. എന്താണ് അതിനോട്? മിമിക്രിക്ക് പ്രത്യേകിച്ച് ഗുരുനാഥന്മാർ വളരെ കുറവുള്ളൊരു ഐറ്റമായിരിക്കും മിമിക്രി. കാര്യം അങ്ങനെ മിമിക്രി പെട്ടെന്ന് അത് നമുക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് കയറി വരുള്ളൂ. അല്ലാതെ ഇപ്പം മറ്റ് കലാരൂപങ്ങളിൽ പെട്ടെന്ന് പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് അങ്ങനെയെന്നുള്ള പരിപാടി വളരെ കുറേ. ഗുരുനാഥന്മാരുണ്ടാവും, ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മിമിക് അതിനുള്ള ആളെ ഉണ്ടാവുള്ളൂ. മിമിക്രിക്ക് ഓൾമോസ്റ്റ് ഗുരുനാഥം ഇല്ലാത്തവരായിരിക്കും മിക്കവാറും കൂടുതലും വരാറ്. ഇനിയിപ്പോൾ എന്താണ് പരിപാടി? മിമിക്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ തുടരും? ഇല്ല, മിമിക്രി കഴിഞ്ഞിട്ട് നാളെ ഹൈസ്കൂൾ വിഭാഗം മിമിക്രി കാണാൻ വരും. അത് കഴിഞ്ഞിട്ട് നാടകം കാണണം ടാഗോർ തിയേറ്ററിൽ. അത് ഉച്ചയ്ക്ക് ശേഷം. നാടകം ഉണ്ടായിരുന്നോ മുൻപ്? ഈ സ്കൂളിലൊക്കെ പഠിക്കും, സ്കൂളിലും കോളേജിലും ചെയ്യുമായിരുന്നു. ഏതാണ്, നാടകമാണോ അതോ മിമിക്രി ആണോ? മിമിക്രി മോണാക്റ്റൊക്കെ ആയിരുന്നു സ്കൂൾ കോളേജ്, പിന്നെ നാടകം. അപ്പം എന്തായാലും സ്കൂൾ കലോത്സവത്തിൻ്റെ രസകരമായിട്ടുള്ള ഓരോ നിമിഷങ്ങളുമാണ്. അപ്പം ഈ കലോത്സവങ്ങളുടെ വേദികളിൽ നിറഞ്ഞു നിന്ന കുട്ടി അരുൺ എന്നറിയപ്പെടുന്ന കലാകാരനാണ് നമ്മളോടിപ്പോൾ സംസാരിച്ചത്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം ദൃശ്യ ജതീന്ദ്രൻ, M5 ന്യൂസ്.